എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഗംഗാധരനും മനുഷ്യങ്കരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ബബിതയ്ക്കും രോഹിതിനും ഒന്നും അലീന ആരുടെ മകളാണെന്ന് അറിയത്തില്ലല്ലേ എന്നാണ് മനുവിനോട് ചോദിക്കുന്നത്. മനു അതില്ലെന്ന് വെക്കുന്നു. അവിടെയാകെ കൃഷ്ണയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ മനുവിൻ്റെ മറുപടി. ബാലേന്ദ്രൻ്റെ മകളല്ല അലീന എന്നറിഞ്ഞപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ എന്താണെന്നാണ് ഗംഗാധരൻ ചോദിക്കുന്നത്. മറുപടി മനു എന്തായിരുന്നെന്നോ, വൈജയൻ്റെ അമ്മയും കൂടി ഞങ്ങളെ അടിച്ചൊതുക്കി നശിപ്പിച്ചില്ലേ. വെളിച്ചിനിപ്പോൾ കണ്ടത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നാണ് മനു പറയുന്നത്. ഇപ്പോൾ അതാ ശിവേട്ടനും അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നു. വണ്ടിയിൽ വന്നിറങ്ങിയ ശേഷം ഗംഗാധര മേനോൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ശിവശങ്കരനെ കണ്ടപാടെ താൻ എന്തിനാണ് വന്നതെന്ന് ഗംഗാധരൻ പറയുന്നു. എന്താ ഗംഗേട്ടാ, കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നാണ് ഗംഗേട്ടൻ്റെ മറുപടി. എന്നാവാ നമുക്ക് അകത്ത് പോയിരുന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ മനു മറ്റൊന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നതേ ഉള്ളൂ. ഗംഗേട്ടനിപ്പോൾ ഹരിയുടെ വിവരം തിരക്കുന്നുണ്ട്. അവൻ്റെ കാര്യം എങ്ങനെയാണ്, ജാമ്യം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ശരണ്യയുടെ മൊഴി അനുസരിച്ചിരിക്കുമെന്നാണ് ശിവേട്ടൻ്റെ മറുപടി. നിങ്ങൾ വാ നമുക്ക് അകത്ത് പോയിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ശിവേട്ടൻ അവരെയും കൂട്ടി വീടിനകത്തേക്ക് പോകുന്നു. അവർ മൂന്നുപേരും വീടിനകത്തേക്ക് ചെന്നിട്ട് ഒരു മുറിക്കകത്ത് കയറി കഥ കടച്ച് ആരും കേൾക്കാതിരിക്കാൻ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഗംഗേട്ടൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ബാലേന്ദ്രൻ ഇന്നലെ കൂനൂര് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്ര അർജൻറ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ കാര്യം. അയാൾ എൻ്റെ കയ്യിൽ നിന്ന് കൊട്ടാരമറ്റത്തുകാരുടെ അതായത് സ്റ്റാൻലി ജോസഫിൻ്റെ നമ്പർ മേടിച്ചുകൊണ്ടാണ് പോയത്. അലീനയെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ടാണ് അയാളുടെ തീരുമാനം. ഇത് കേൾക്കുന്ന ശിവേട്ടൻ അത് നല്ലതല്ലേ, ബാലൻ അലീനയുടെ സെക്യൂരിറ്റി ഓർഡർ ചെയ്യുന്നതല്ലേ, അതിലെന്തെങ്കിലും ഗൂഢോദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ശിവേട്ടൻ പറയുമ്പോൾ അതിന് ശരിവെക്കുകയാണ് ഗംഗാധരനും. പക്ഷേ സ്റ്റാൻലി ഇതെങ്ങനെ കാണും, അത് നമുക്കറിയില്ലല്ലോ. അയാൾ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയാണെങ്കിലോ? അങ്ങനെ അയാൾ പ്രതികരിക്കുന്നത് കൊണ്ട് ആർക്കെന്ത് മെച്ചമാണുള്ളത്? കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവുകയല്ലേ ഉള്ളൂ. അങ്ങനെ സംഭവിച്ചാലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഗംഗാധരൻ ഓരോന്നായി പറയുന്നത്. ഒന്ന്, അലീന വൈജിയുടെ മകളാണെങ്കിൽ വൈജി എവിടെ? അയാൾ വൈജിയെ തിരക്കി വരില്ലേ? അലീനയുടെ ജനനവുമായി ബന്ധപ്പെട്ട സകല സംഭവങ്ങളും അയാൾ കുഴി മാന്തി എടുക്കും. വൈജിയോട് തന്നെ അയാൾ വിശദീകരണം ആവശ്യപ്പെടും. പിന്നെ രണ്ടാമത്തെ കുഴപ്പം, സ്റ്റാൻലിക്കൊരു ഫാമിലി ഉണ്ടല്ലോ. കാര്യങ്ങൾ അറിയുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും? അയാളുടെ കുടുംബത്തിലെ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കില്ലായിരിക്കും, എന്നാലും അവിടെയും കൊടുങ്കാറ്റടിക്കും. മൂന്നാമത്തെ പ്രശ്നം, അയാൾക്കൊരു കുഞ്ഞുണ്ടായത് എങ്ങനെ ഇത്രയും കാലം മറച്ചു വെക്കപ്പെട്ടു? സ്റ്റാൻലിയുടെ കുടുംബത്തിൽ ഇത്രയും കാലം ജീവിക്കേണ്ടിരുന്ന കുഞ്ഞിനെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ കുറ്റക്കാരായി അയാൾ നമ്മളെല്ലാം കാണും. ഇത്രയും കേട്ട ശേഷം ശിവശങ്കരൻ ഇങ്ങനെ പറയുന്നു. ഏട്ടൻ പറയുന്നത് കേട്ടിട്ട് കാര്യങ്ങളെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നല്ലോ. എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോയില്ലേ, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗംഗേട്ടനിപ്പോൾ മറ്റൊരാശയം പറയുന്നു. നമുക്ക് ബാലിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഏട്ടൻ തന്നെ വിളിക്കാനാണ് ശിവശങ്കരൻ പറയുന്നത്. ഞാനിനിയില്ല. അയാൾ കുത്തും മുനയും വെച്ചാണ് എന്നോട് സംസാരിക്കുന്നത് പോലും. പക്ഷെ ഫോണിൽ വിളിച്ചിട്ട് തന്നെ അയാളുടെ എന്ത് പറയാനായിട്ടാ? സ്റ്റാൻലിയുടെ വീട്ടിൽ പോകരുത്, അയാളെ കാണരുത്, അങ്ങനെ വല്ലതും നമുക്ക് പറയാൻ പറ്റുമോ? മറുപടി ഗംഗാധരൻ അയാൾക്ക് സ്വീകാര്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യം മുന്നോട്ട് വെക്കണം. മറുപടിയായി ശിവശങ്കരൻ അയാൾക്ക് സ്വീകാര്യമായത് അലീന എങ്ങോട്ടും പോകരുത്. അലീന കടപ്പാട്ടൂരേക്ക് പോകണമെങ്കിൽ വൈജ വാശി ഉപേക്ഷിച്ച് തിരിച്ചു ചെല്ലണം. അത് പക്ഷേ നടക്കുമെന്ന് തോന്നില്ല. ഒരു രക്ഷയില്ല ഗംഗേട്ടാ. വേറെ മാർഗമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് രണ്ടാൾ കൂടി അവൾക്ക് നല്ല അടി കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞയച്ചാലോ? അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലെന്നാണ് ശിവശങ്കരൻ പറയുന്നത്. അവൾ വേറൊരു വീട് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇവിടുന്ന് പറഞ്ഞയച്ച നേരെ ചെല്ലുന്നത് അവിടെ ആയിരിക്കും. മാത്രമല്ല അവളെ ഉപദ്രവിച്ചതിന് നമുക്കെതിരെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാനും അവൾ മടിക്കില്ല. എന്തായാലും വൈജയോടൊന്ന് സംസാരിച്ച ശേഷം മാത്രം ബാലിനെ വിളിക്കാമെന്നാണ് ഗംഗാധരൻ്റെ തീരുമാനം. ഈ സമയത്ത് വൈജയോട് സംസാരിക്കാനായിട്ട് ഗംഗാധരനും ശിവേട്ടനും കൂടി വൈജയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഗംഗേട്ടൻ പറയുമ്പോൾ അതെനിക്ക് ആദ്യമേ മനസ്സിലായതാ. അതിനുവേണ്ടി മാത്രമാണ് കാർ ഓടിച്ച് ഇവിടം വരെ വന്നത്. അപ്പം നിനക്കറിയാം എനിക്ക് പ്രത്യേകിച്ച് തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നും 350 കിലോമീറ്റർ കാർ ഓടിച്ച് വന്നതിന് പിന്നിൽ പ്രത്യേകിച്ച് വേറെന്തോ കാര്യമുണ്ടെന്ന്. ഇത് കേൾക്കുന്ന വൈജ, ഈ വീട്ടിൽ എനിക്ക് മാത്രമല്ലേ തലയ്ക്ക് കുഴപ്പമുള്ളത്? മറുപടിയേക്ക് ഇങ്ങേട്ടൻ നമുക്കത് മാറ്റിയെടുക്കണ്ടേ? ഇതിൻ്റെ തലയുടെ പ്രശ്നം എനിക്ക് ഇത്രയും പ്രായമില്ലേ? ഈ പ്രായത്തിൽ തന്നെ ഇനി എന്ത് ചെയ്യാനാണെന്നാണ് വൈജ ചോദിക്കുന്നത്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ഗംഗേട്ടൻ. നിന്റെ വീട്ടിൽ ഇപ്പം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടപ്പില്ലേ? മറുപടിയായി വൈജ, അതിനത് എൻ്റെ വീടല്ലല്ലോ, എങ്ങാണ്ടൊന്ന് തെണ്ടിക്കയറി വന്നൊരുത്തിയുടെ വീടല്ലേ ഇപ്പോൾ അത്. ഒട്ടാകെ കാര്യങ്ങൾ കൊഴിഞ്ഞു മറിഞ്ഞ് കിടക്കുകയല്ലേ എന്നാണ് വൈജയുടെ ചോദ്യം. ഇത് കേൾക്കുന്ന ശിവേട്ടൻ ദേഷ്യത്തോടെ, അതിനവിടെ എന്തൊക്കെയാണ് കൊഴിഞ്ഞു കിടക്കുന്നത്? ഇത്രയും കാലം ബാക്കിയുള്ളവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ബാലൻ്റെ മകളാണെന്ന് അവൾ പറഞ്ഞു. അവസാനം അത് പൊളിഞ്ഞു. എന്നിട്ട് അവളെ ഇപ്പോൾ അവിടുത്തെ രാജകുമാരി. ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ, നിന്റെ മക്കളും അവളെ അംഗീകരിച്ചില്ലേ? ഇതെല്ലാം കേട്ടിട്ട് ഗംഗേട്ടൻ വൈജയോടെ പറയുന്നു, ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാനോ നിന്നെ നേരെയാക്കാനോ വന്നതല്ല. ഞാൻ എന്തായാലും ഒരു സത്യം പറയാം. അലീന കടപ്പാട്ടൂരിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ കുടുംബം പിടിച്ചാൽ കിട്ടാത്ത പോലെ ചെതറിപ്പോവും. നിനക്കതാണോ വേണ്ടത്? ഇത് കേൾക്കുന്ന വൈജ മറുപടിയായി, തുമ്മിയെ തെറിക്കുന്ന മൂക്കൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അത് തെറിക്കുന്നെങ്കിൽ അങ്ങനെ തെറിച്ചു പോട്ടെ. കൃഷ്ണമോൾ ഒഴികെ ബാക്കി 2 പേർക്കും പ്രായപൂർത്തിയായി. അവർക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്.
ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊന്ന് ജീവിക്കട്ടെ. ഏട്ടന് ഇപ്പം മറ്റൊന്നാണ് ചോദിക്കാനുള്ളത്. അലീനയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ബാലൻ നിന്നെ പഴയ പോലെ സ്നേഹിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലെങ്കിലും അയാളുടെ സ്നേഹം വേണ്ട. എപ്പോഴാണ് അയാൾ എന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടുള്ളത്? കേൾക്കുന്ന ഗംഗാധരൻ മറ്റൊന്ന് വൈചോടെ പറയുന്നു. നീയാണ് നിന്നെ ഇതുവരെ തിരിച്ചറിയാത്തത്. നിനക്ക് ആരോടും നിന്റെ സ്നേഹമില്ല. ബാലനോടില്ല, മക്കളോടില്ല, എന്തിന് പെറ്റ തള്ളയോടോ ആങ്ങളന്മാരോടോ ആരോടുമില്ല. നീ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമാണ്. അലീനയും ഞാനും കൂടി എന്തൊക്കെയായാലും ആ വീട്ടിൽ ഒരുമിച്ച് പറ്റത്തില്ലെന്ന് വൈജു ഉറപ്പിച്ചു പറയുന്നു. ഈ ഒരു കാര്യം ഞാൻ ജീവനോടെ ഇരിക്കുമ്പം എന്തായാലും സമ്മതിക്കത്തില്ല. ഇപ്പോൾ രോഹിത്തും ബബിതയും കൃഷ്ണയുമെല്ലാം രേവതികുട്ടിയുടെ വീട്ടിൽ എല്ലാവരും ഒത്തിരുന്ന് ക്യാരംസ് കളിക്കുകയാണ്. കുറേ നേരമായിട്ടും സ്ട്രൈക്ക് ചെയ്യാതെ രോഹിത്തിനോട് അവരെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. ചുമ്മാ നോക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും രോഹിയേട്ടാ. കൃഷ്ണ ഇപ്പോൾ പരാതി എന്നോണം മാമച്ചനങ്ങളോടെ പറയുന്നു. അങ്ങളൊന്ന് പെട്ടെന്ന് പറ, വേഗം കളിക്കാനായിട്ട്. വെറുതെ ബോറടിക്കുന്നു ഇതും വെച്ചോണ്ടിരുന്നിട്ട്. ഇത്രയും ഉന്നം നോക്കിയിട്ട് ഒരു കോയിനെങ്കിലും വേണ്ടിയിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു എന്ന് കൃഷ്ണ പറയുമ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാമച്ചനകൾ മറ്റൊന്നാണ് പറയുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യാണെങ്കിലും കളി ജയിച്ചാൽ പോരെ. രോഹിത്ത് വളരെ സൂക്ഷ്മതയോടെ സ്ട്രൈക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും അത് സാധിക്കാത്തതിൽ അവരെല്ലാവരും കൂടി ചേർന്ന് കളിയാക്കുന്നുണ്ട്. വളരെ നല്ല ഉന്നം തന്നെ. ഈ ഉന്നവും വെച്ചിട്ട് പട്ടാളത്തിലേക്കൊന്നും പോയേക്കല്ലേ. എന്തായാലും ഒരു തവണ കളിച്ചില്ലേ, ഇനി അടുത്ത എൻ്റെ ടേണാണെന്ന് ബബിത പറയുമ്പോൾ ബേസ് ലൈൻ ക്രോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരു ടേൺ കൂടിയുണ്ട്. ഇപ്പോൾ ഗ്രേസമ്മാൻ്റെയും അലീനയും അങ്ങോട്ടേക്ക് ജ്യൂസുമായി എത്തുന്നു. ഇത് കൊള്ളാലോ, ഇത്രയും ലേറ്റ് ആയില്ലേ? എല്ലാവർക്കും കിടക്കണ്ടേ? നാളെ രാവിലെ പോകണ്ടല്ലേ എന്നാണ് അലീനയുടെ ചോദ്യം. ചേച്ചിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നാളെ പോവാമെന്ന് രോഹിത്തും പറയുന്നു. അതിനുശേഷം അലീന രേവതികുട്ടിയോടാണ് അഭിപ്രായം ചോദിക്കുന്നത്. നിനക്കെന്താ ഇപ്പോൾ പറയാനായിട്ടൊന്നുമില്ലേ? ഞാനെന്ത് പറയാനാ, ഭൂരിപക്ഷത്തിൻ്റെ കൂടെയാണ് എൻ്റെ അഭിപ്രായമെന്ന് രേവതി പറയുന്നു. നിങ്ങൾക്ക് പോകണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്നോളാനാണ് ഗ്രേസുമാൻറ്റി പറയുന്നത്. ഇപ്പോൾ രേവതി മറ്റൊരു കാര്യമാണ് പറയുന്നത്. ചിന്നുമോളുടെ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം നമുക്കൊന്ന് ശരിയാക്കണ്ടേ എന്നാണ് അലീനയോട് ചോദിക്കുന്നത്. ഇതിന് ഒത്തിരി നൂലമാലകളില്ലേ എന്നാണ് അലീന തിരിച്ചു ചോദിക്കുന്നത്. പണ്ടൊരിക്കൽ അവളെ കണ്ടപ്പോൾ ഗ്രേസമാൻറ്റി പറഞ്ഞതാ അവളെ നമുക്കങ്ങ് എടുത്താലോ എന്ന്. ആൻറ്റിക്ക് ആ കാര്യം ഓർമ്മയില്ലേന്ന് രേവതികുട്ടി ചോദിക്കുമ്പോൾ അന്നൊരിക്കൽ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആമച്ചനങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ഗ്രേസമാൻറ്റി ഇപ്പോൾ ചോദിക്കുന്നത്. അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നാണ് അങ്കിളിൻ്റെ മറുപടി. ഇത് മതിയെന്ന് രേവതി സന്തോഷത്തോടുകൂടി പറയുന്നു. അല്ല ചേച്ചി, എന്തായാലും ആ മദർ സുപ്പീരിയറിനോട് ചിന്നുകുട്ടിയുടെ കാര്യം ഒന്ന് പ്രത്യേകം പറയണം കേട്ടോ. ആ ഓർമ്മയിലേക്കൊന്നും ഇനി കൊടുത്തേക്കില്ലെന്ന്. എന്തായാലും നീ പറഞ്ഞ കാര്യം നടക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം മതിയല്ല എന്നാണ് അലീന പറയുന്നത്. അപ്പോഴേക്കും മുഖം അറിയുന്ന നിനക്ക് നമുക്ക് എന്തായാലും ഒന്നുകൂടി ഇരുന്ന് ആലോചിക്കാമെന്ന് അലീന ഉറപ്പ് കൊടുക്കുന്നു. പിന്നെ ക്യാരംസ് കളിയെല്ലാം അവസാനിപ്പിച്ച് രോഹിത്തും മറ്റുള്ളവരും ഉറങ്ങാനായി മുറിയിലേക്ക് പോകുന്നു. ഇത് കാണുന്ന ഗ്രേസി ആൻറ്റി അവരെ തന്നെ നോക്കിക്കൊണ്ട്, പിള്ളേർക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല, ഒക്കെ ഇവിടെ തന്നെ നിൽക്കുന്നതിനോടാ താല്പര്യമെന്ന് അലീനയും പറയുന്നു. ചിലപ്പോൾ ഞാൻ അവരെ വിട്ടുപോകേണ്ടി വരുമല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ടും അവരുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നവും അങ്ങനെ മറ്റെല്ലാ കാര്യവും കൂടി ആലോചിച്ചിട്ടായിരിക്കുമെന്നാണ് അലീന പറയുന്നത്. എന്നാൽ ഇനി നിങ്ങളോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ് അലീനയും രേവതികുട്ടിയും ഗ്രേസമ്മേൻ്റെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.